മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2025 ജൂൺ 13 വെള്ളി. ആശങ്കയില്ലാതെ യാത്ര ചെയ്യാനാവുക മനുഷ്യരുടെ അവകാശമാണ്. അത് ഉറപ്പാക്കേണ്ടത് വിമാന കമ്പനികളും സർക്കാരുമാണ് എന്ന് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ആകാശ ദുരന്തങ്ങൾക്ക് എന്നാണ് അറുതിയാവുക? രാജ്യം ഒരാകാശ ദുരന്തത്തിന് കൂടി സാക്ഷിയായിരിക്കുന്നു. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് യാത്രക്കാരും ജോലിക്കാരും ഉൾപ്പെടെ 241 പേർ മരിച്ചു. തകർന്ന വിമാനം വന്നു പതിച്ച BJ മെഡിക്കൽ കോളേജിന്റെ ഭക്ഷണശാലയിലിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന 5 വിദ്യാർത്ഥികളും കൊല്ലപ്പെട്ടു. വിമാനയാത്രികളിൽ ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ മാധ്യമം പങ്കുചേരുന്നു. എയർ ഇന്ത്യയുടെ ബോയിംഗ് ഡ്രീംലൈനർ 787 അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനം താഴ്ന്നു പറന്ന് കെട്ടിടങ്ങൾക്ക് മേൽ ഇടിച്ചിറങ്ങി എന്നാണ് വിവരം. വിമാനം തകർന്നു വീണത് ജനവാസ മേഖലയായതും ദീർഘദൂര സർവീസ് ആയതിനാൽ ഇന്ധനം നിറച്ചിരുന്നതും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതായി പറയുന്നു. ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ കാരണമൊന്നും വ്യക്തമായിട്ടില്ല എന്ന് ഉടമകളായ ടാറ്റ ഗ്രൂപ്പ് വെളിപ്പെടുത്തുന്നു. പറന്നുയർന്ന ഉടൻ വിമാനത്താവളത്തിൽ നിന്ന് അപായ സൂചനകൾ ലഭിച്ചതായും തകരുന്നതിന് തൊട്ടുമുമ്പ് അടിയന്തര സന്ദേശം ലഭിച്ചതായും എയർ ട്രാഫിക് കൺട്രോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് അപകടത്തിൽപ്പെട്ട വിമാനം. പുതിയ വിമാനങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം നിലവിൽ ലോകത്ത് സർവീസ് നടത്തുന്ന വിമാനങ്ങൾ ഭൂരിഭാഗവും ശരാശരി 10 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. 17,000 പുതിയ വിമാനങ്ങളുടെ ഓർഡർ കെട്ടിക്കിടക്കുന്നതായും അത് സർവീസുകളെ ബാധിക്കുന്നതായും ഈ മാസം ആദ്യം ഡൽഹിയിൽ ചേർന്ന ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അഥവാ അയാട്ട സമ്മേളനം ചൂണ്ടിക്കാട്ടിയിരുന്നു. വിമാനം ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവരിൽ എയർ ഇന്ത്യയും രാജ്യത്തെ മറ്റൊരു പ്രധാന വ്യോമയാന കമ്പനിയായ ഇൻഡിഗോയും ഒക്കെയുണ്ട്. ലഭ്യത കുറഞ്ഞതോടെ നിലവിൽ സർവീസ് നടത്തുന്ന വിമാനങ്ങളുടെ പ്രായം 13 നിന്ന് 15 വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വിമാനങ്ങൾക്ക് പ്രായമേറുന്നത് ഇന്ധന അറ്റകുറ്റപ്പണി ചെലവുകളും ഉയർത്തുന്നുണ്ട്. അത് സർവീസിനെയും ബാധിക്കുന്നുണ്ട്. ഇന്നലെ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലെത്തിയ സർവീസാണ് ഉച്ചയോടെ രാജ്യാന്തര സർവീസായി പറന്നുയർന്നത്. ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യയുടെ ദീർഘദൂര സർവീസുകളിലൊന്നാണ് അഹമ്മദാബാദ് ലണ്ടൻ സർവീസ്. ഇന്ത്യയുടെ ഔദ്യോഗിക വിമാന കമ്പനിയായിരുന്ന എയർ ഇന്ത്യ കേന്ദ്ര സർക്കാരിൻ്റെ വിറ്റഴിക്കൽ നയത്തിൻ്റെ മറവിൽ 2022 ടാറ്റ ലേലത്തിലൂടെ ഏറ്റെടുത്തത്. അതോടെ ഇന്ത്യൻ വ്യോമയാന മേഖല കൂടുതൽ മത്സരക്ഷമമാകുമെന്നും മെച്ചപ്പെടുമെന്നുമായിരുന്നു വാനോളമുള്ള പ്രതീക്ഷകൾ. എന്നാൽ പ്രതീക്ഷിച്ച മാറ്റങ്ങൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വിമാനം വൈകലും റദ്ദാക്കലും മോശം സർവീസും കഴുത്തർപ്പൻ യാത്രാക്കൂലിയുമെല്ലാം വർദ്ധിച്ചു. പ്രത്യേകിച്ച് ഗൾഫ് സെക്ടറിലേക്കുള്ള സർവീസിൽ സേവനം മെച്ചപ്പെടുത്താൻ 470 വിമാനങ്ങൾക്ക് ടാറ്റ ഓർഡർ നൽകിയെങ്കിലും എവിടെയും എത്തിയിട്ടുമില്ല. പഴുതടച്ച മുൻകരുതലുള്ളതിനാൽ വിമാന കപ്പൽ യാത്രകൾ താരതമ്യേന സുരക്ഷിതമാണ് എന്നാണ് പൊതുബോധം. എന്നാൽ അടുത്തടുത്ത് 2 കപ്പൽ ദുരന്തങ്ങൾക്കാണ് നമ്മുടെ തീരം സാക്ഷിയായത്. അതിൻ്റെ നടുക്കം നിലനിൽക്കെ ഇത്രയേറെ ജീവാപായം സംഭവിച്ച വിമാന ദുരന്ത വാർത്തയെത്തിയിരിക്കുന്നു. അപകടങ്ങളും ദുരന്തങ്ങളും ആകസ്മികമാണ്. അവ മുൻകൂട്ടി പ്രവചിക്കുന്നതിനും മുൻകരുതലുകൾക്കും പരിമിതിയുണ്ട്. എന്നാൽ പഴക്കം, കാര്യക്ഷമതക്കുറവ് തുടങ്ങിയ പരിഹാരം സാധ്യമാവുന്ന കാരണങ്ങളാലാണ് ഇതുപോലെയുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത് എങ്കിൽ ആ കെടുകാര്യസ്ഥത മാപ്പർഹിക്കുന്നില്ല. അപകടത്തെപ്പറ്റി കൃത്യവും വ്യക്തവുമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. പരിഹാര നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്. വ്യോമയാന മേഖല അതിവേഗം വളരുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ആശങ്കയില്ലാതെ യാത്ര ചെയ്യാനാവുക മനുഷ്യരുടെ അവകാശമാണ്. അത് ഉറപ്പാക്കേണ്ടത് വിമാന കമ്പനികളും സർക്കാരുമാണ്. അതിനാൽ തന്നെ വീഴ്ചകൾ കണ്ടെത്തുകയും അടിയന്തരമായി പരിഹാര നടപടികൾ സ്വീകരിക്കുകയും വേണം. മാധ്യമം പോഡ്കാസ്റ്റ്.